ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. നല്ല രസകരമായ എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമ്മ ശ്രുതി ഗർഭിണിയാന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണല്ലോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നത്, മോളെ നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. ശ്രുതി നിസ്സംഗഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നും, എന്നാലും ഭക്ഷണം കഴിക്കണം, ഇവിടെ ഇരിക്കും, അമ്മ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് വേഗം ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വായിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ശ്രുതി പറയുന്നത് മതി മതി എന്ന്. ശ്രുതിയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുക, ഒട്ടും സന്തോഷമില്ല കേട്ടോ മുഖത്ത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ചെറിയച്ഛനാകുമ്പോൾ അല്ലേ, രേവതി ചെറിയമ്മയും അച്ചാച്ചനും പിന്നെ ആരൊക്കെ എന്തൊക്കെയാകുമ്പോൾ പോണു എന്നൊക്കെ പറഞ്ഞ് സച്ചി സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെന്താ അച്ഛാ ആ സന്തോഷമൊന്നും മുഖത്ത് കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അദ്ദേഹം സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നീ ഇവളെ ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. നോക്കി സുതിയെ കാണാനില്ല. നോക്കിയപ്പോൾ സുതി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ ഈ തപ്പിൽ പോയിട്ട്. അപ്പോൾ നീ അവളെ ആശുപത്രി കൊണ്ടുപോയിട്ട് പോവാ എന്ന് പറയുന്നത്. ഞാനൊന്നും കഴിച്ചില്ല അമ്മയെന്ന് പറയാം. കഴിക്കലൊക്കെ പിന്നെയാവുന്ന പറഞ്ഞിട്ട് പ്ലേറ്റ് അവിടെ മേടിച്ച് വെച്ചു കേട്ടോ. ഡോക്ടർമാർ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിക്കാനേ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് സുതി പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ട് നോക്കി നിൽക്കണ്ടോന്നും പറയണില്ല. അപ്പോൾ അമ്മ പറയും കൂട്ടിയിട്ട് പോയിട്ട് വാന്ന് പറയുമ്പോൾ എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവളുടെ കൈ പിടിക്കേ എന്നാൽ പിടിക്കാം എന്നും പറഞ്ഞിട്ട് സുതി കൈയും പിടിച്ചിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമ്മ മാറ് എന്നും പറഞ്ഞിട്ട് വേഗം എല്ലാവരും തട്ടി മാറ്റിയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അച്ഛനും സച്ചിക്ക് വെച്ച് ഇതെന്താ എങ്ങനെയാണോ വെച്ച് നോക്കിയപ്പോൾ പൂജാമുറിയിലേക്കാണ് കേട്ടോ. എന്നിട്ട് ഭഗവാനോട് അവിടെ പോയിട്ട് ഭയങ്കര പ്രാർത്ഥനയും നന്ദി പറച്ചിലൊക്കെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടാമത് കയറി വന്ന മരുമകളാണെങ്കിലും അവൾക്കാൻ ആദ്യത്തെ കുഞ്ഞുണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതെന്തായാലും സാധിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇവരെ കണ്ടു, രേവതി ഇവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ നോക്കി നിൽക്കണേ. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ രേവതിക്ക് ഇട്ടൊരു കൊട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിനറിയാം ആർക്ക് എന്തൊക്കെ എപ്പോൾ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രേവതിനെ നോക്കിയിട്ട് രേവതിയുടെ മുഖം പോയി. സച്ചിക്കും അത് വിഷമമായിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ചിലവർക്കൊന്നും ആ ഭാഗ്യം ഇപ്പം ഉണ്ടാവും തോന്നണില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്ക് വിഷമമായിട്ട് രേവതി ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, കണ്ടില്ല അച്ഛാ അവർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പലതും പറയും, ആരൊക്കെയാടാ അതൊക്കെ എന്തിനാ കാര്യമാക്കണേ എന്നും പറയുന്നുണ്ട്. അതിൻ്റെ സച്ചി ഇങ്ങനെ നിന്നിട്ട് ആലോചിക്കണം, വെറുതെ എല്ലാവരും പണിക്കും പോകാണ്ടിരിക്കണത് കള്ളൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് ആക്ഷൻ കാണിച്ചിട്ട്. അപ്പം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സച്ചി പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് നേരെ പോയിട്ടുള്ളത് ബ്യൂട്ടി പാർലറിൽ കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് വന്നേ, ഹോസ്പിറ്റലിലേക്ക് വന്നു പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവാം, ആദ്യം ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ മീര ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ പറയുന്നുണ്ട്, എടി കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എന്താ അച്ഛനാവും പോണേൻ്റെ ഒരു സന്തോഷമൊന്നും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒന്നും ഉണ്ടായിരുന്നേ, ശ്രുതി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, അതേ നമുക്കിപ്പോൾ ഈ കുഞ്ഞ് വേണോ എന്നൊക്കെ ചോദിക്കേണ്ടിട്ട്. അപ്പോൾ എന്താ ശ്രുതി ഉദ്ദേശിക്കണേ? അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ആവണല്ലേ ഉള്ളൂ, നമ്മളൊരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ നോക്കാമെന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഇങ്ങനെ കൺഫേം ആവുമോ എന്നൊക്കെ ചോദിക്കേണ്ടത്. അത് നോക്കിയാലല്ലേ പറയാൻ പറ്റൂ എന്ന് പറയണ്ടിട്ട് ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നത്, ഇപ്പം എനിക്ക് ജോലിയില്ല, അങ്ങനെയില്ല, അല്ലെങ്കിൽ എന്നെ ജോലി ഇല്ലാത്തതിലാണ് ആൾക്കാർ കാണുന്നത്, എനിക്കൊരു വലിയ അതിപ്പോഴാണോ ശ്രുതിക്ക് മനസ്സിലായി എന്ന് ചോദിക്കേണ്ടിട്ട് ശ്രുതി. അതുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രുതിയുടെ അടുത്ത് വേഗം ഒരു ജോലി കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. നീ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറയും. ഹോസ്പിറ്റലിൽ ഞാൻ മീരക്കുട്ടി പൊക്കോളാം, ശ്രുതി പൊക്കോന്ന്. ഞാനിവിടെ പോകാൻ ഏതൊരു കമ്പനിയിൽ ജോബിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. എന്തിന് ചോദിക്കും, എന്തിനാ ജോലി, ഇതെന്തൊരു ചോദ്യം ശ്രുതി? ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വന്നത് തന്നെ. ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ ശ്രുതി പറയുന്നുണ്ട് ഈ കുഞ്ഞിപ്പോൾ വേണ്ടാന്നുള്ള അബോർട്ട് ചെയ്യാനുള്ള അർത്ഥത്തിലാണ് കേട്ടോ പറയണത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആദ്യമായിട്ട് അച്ഛനാവാൻ പോകാമെന്ന് അറിഞ്ഞപ്പോൾ ഇതാണോ ശ്രുതിയുടെ റിയാക്ഷൻ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ സുധീനെ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഞാൻ പൊക്കോളാം, റിസൾട്ട് കിട്ടി ഞാൻ വിളിക്കണം കേട്ടോ. അപ്പോൾ മീരയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു കൊണ്ടുപോണേ എന്നൊക്കെ പറയുന്നത്. ശ്രുതി തന്നെ പൈസയൊക്കെ കൊടുത്ത് സുധീനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ഇതെങ്ങാനും കൺഫേം ആയാലോ? എന്ത് കൺഫേം ആവാൻ, എന്തിന് ചെക്കപ്പ് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതും അഭിനയമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നു. അതല്ലാതെ പിന്നെ എല്ലാവരും കൂടി അവിടെ അച്ഛൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊന്ന് അഭിനയിച്ചതല്ലേ. ഞാൻ വരെ കുറച്ച് നേരം സന്തോഷിച്ചോടി നിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. നീ കൊള്ളാലോ, ഇതാ പറയണേ, ഒരു നുണ പറഞ്ഞാലേ അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവർ കുറേ നുണ പറയണമെന്ന് എനിക്കിപ്പോഴത് മനസ്സിലായത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മീര. ഇതിപ്പോൾ നീ എന്താ കാണിച്ചേ, നഖം വെട്ടാൻ വേണ്ടി വളർന്നപ്പോൾ കോടാലിരുത്ത പോലെ ആയില്ലോ, ഇനി ഇതെങ്ങനെ മൂടി വയ്ക്കും ചോദിക്കാൻ. അതിനിപ്പോൾ ഞാനിത് തുടർന്ന് പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, തൽക്കാലത്തേക്ക് എനിക്ക് രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഈ ഒറ്റ കാര്യം കൊണ്ടേ
എന്നോട് ദേഷ്യമുള്ള അമ്മായിയമ്മയ്ക്ക് എത്ര പെട്ടെന്ന് മാറിയെന്നറിയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിൽ നമ്മുടെ ചന്ദ്രമ്മ ഇവിടെ ആകെ ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൂടി നടക്കണായിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നീ ഈ നടത്തണ്ടല്ലോ, നേരെ ഇറങ്ങി നടന്നെങ്കിലേ ഇപ്പോൾ കന്യാകുമാരി എത്തിയേനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമ്മ പറഞ്ഞു, ഞാനെന്തിനും കന്യാകുമാരി വേണം, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറയില്ല എൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം എന്താണെന്നുള്ളത്. ഇവിടെ എൻ്റെ ശ്രുതി എന്നെ ആദ്യം പ്രസവിക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ അവിടെ വല്ല മത്സരം നടക്കണ്ടോ ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ. അപ്പോൾ പറയുന്നുണ്ട്, അതല്ല, ഇവിടെ ആദ്യം പിറക്കണ കുട്ടിയുടെ പേരിലേ സ്വത്ത് എഴുതി വയ്ക്കും, നിങ്ങളുടെ അമ്മ പറഞ്ഞതല്ലേ, നിങ്ങളുടെ അമ്മേനെ വിളിച്ചു പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് കൺഫേം ആവട്ടെ ചന്ദ്രേ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയാൽ വീണ്ടും പോകുന്നുണ്ട് കേട്ടോ മറ്റേ എനിറ്റോടുണ്ട്. എന്നിട്ട് നോക്കിയപ്പോൾ പൂജമുറിയിൽ പോയിട്ട് വീണ്ടും എന്തോ പൈസ ഒഴിഞ്ഞിലും വെക്കലും തിരിയിലൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാമാൻറ്റി ഒരു സഞ്ചിയും കൊണ്ടിട്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രയെ എന്ന് വിളിച്ചിട്ട്, ധാരത് വാമയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് രവിയുടെ ചിലവ് ചെയ്യണേ ചോദിക്കണ്ടേ. ചിലവോ, എന്തിൻ്റെ ചിലവ് എന്ന് ചോദിക്കണ്ട കേട്ടോ. അച്ഛനാവാൻ പോവല്ലേ, അതിന് അവർ ആദ്യം പോയിട്ട് വരട്ടെ, കൺഫേം ആയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അത് വിളിച്ച് പറഞ്ഞു. ചന്ദ്ര ചോദിക്കും, അല്ല ഇതെന്താ ചോദിക്കണ്ട കേട്ടോ. ഇത് മാങ്ങിയാ. ചന്ദ്ര വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ ഞാൻ ഒരു ചെറുക്കനെ വിളിച്ചിട്ട് മാവിൽ കയറ്റി. അപ്പോൾ കുറേ ഉണ്ട്, ഒരു ബിഗ് ഷോപ്പിൽ നിറച്ച് മാങ്ങിയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമ്മ ഓടി വന്നു, വാമേന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കാൻ വരുന്നുണ്ട് കേട്ടോ. കെട്ടിപ്പിടിച്ചിട്ട് അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയും ബാമാൻറ്റി. ഞാൻ നിൻ്റെ അച്ഛമ്മയൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അല്ല നീ അച്ഛമ്മയാൻ പോവല്ലേ, അത് കുഞ്ഞിൻ്റെ, നീ എന്നെ അച്ഛമ്മന്നൊന്നും വിളിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ മാങ്ങാന്ന് പറയുമ്പോൾ പറയും, രേവതി ഇതൊന്ന് കൊണ്ടുപോയേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അവിടെ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ അമ്മ ഈ സഞ്ചി എടുക്കുമ്പോൾ മാങ്ങയൊക്കെ നിലത്ത് വീണു. ആദ്യം ഇതൊക്കെ നിലത്തിട്ടു എന്ന് പറയുന്നുണ്ട് അച്ഛൻ. അപ്പോൾ രേവതി മാങ്ങയൊക്കെ ചവിട്ടി കൂട്ടി അതിൻ്റെ മുകളിൽ ഉരുണ്ട് വീഴാൻ പോയി. അങ്ങനെ എല്ലാവരുടെയും മേലും തട്ടി തട്ടി അങ്ങനെ പോണ് പുറത്തേക്ക്. ഭാഗ്യത്തിന് പുറത്തുനിന്ന് അവിടെ നിന്ന് നമ്മുടെ സച്ചി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് സച്ചിയുടെ കയ്യിലേക്ക് ചെന്ന് വീണു. അപ്പോൾ അവർ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഭയങ്കര റൊമാൻസിലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാമാൻറ്റിക്കും അച്ഛനും ഒക്കെ നാണായി. ചന്ദ്രമ്മയ്ക്ക് അതത്ര പിടിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടും ഇവർ വിടണില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ബാമാൻറ്റി ചോദിക്കുന്നുണ്ട്, ഞാനിനി ഒരു സഞ്ചി മാങ്ങി കൂടി അടുത്ത് തന്നെ കൊണ്ടുവരേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ പെട്ടെന്ന് സച്ചിരാവതിയും പെട്ടെന്നൊരു ബോധം വന്ന പോലെ വിട്ടു കേട്ടോ. എന്നിട്ട് അയാൾ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്, ഇവരെന്തായി ചെയ്യണേ നമ്മളൊക്കെ നോക്കി നിൽക്കുമ്പോൾ. അത് എനിക്കറിയില്ല, എന്ത് ചെയ്യാനാ, അതിപ്പോൾ രേവതി മോള് വീഴാൻ പോയിപ്പോൾ സച്ചി പിടിച്ചു, അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ന് പറയുന്നുണ്ട് ചന്ദ്രമ്മ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സച്ചി ഓടി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാമഞ്ഞ് പറയേണ്ടത്, അത് മാങ്ങിയ ഞാൻ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. എന്തിന്? ശ്രുതിക്ക് ഇത് കഴിക്കാനാണ്. ഇത് കുറേ ഉണ്ടല്ലോ, ഇത് അച്ചാറിടാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവളിപ്പോൾ എന്താ 3 നേരം മാങ്ങിയാണോ കഴിക്കണത്? അല്ല അച്ഛാ, അപ്പോൾ കൺഫേം ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അതിന് അവർ വന്നാലല്ലേ കൺഫേം ആയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അപ്പോഴേക്കും നിൻ്റെ അമ്മ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുമ്പോൾ ശ്രുതിയും കൂടി ചിരിച്ചിട്ട് വരുന്നുണ്ട്. ശ്രുതിക്ക് അത്ര ചിരിയില്ല, ശ്രുതി ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കണ്ടപ്പോഴേക്കും ചന്ദ്രമ്മ കൂടി പോയി അവിടെ പിടിച്ചിരുത്തി. പിന്നെ അവിടെ തുടങ്ങി, മോളെ മാങ്ങ കൊടുത്തിട്ട് നന്നായി കഴിച്ചോളൂ, മോൾക്ക് എന്തൊക്കെ വേണം, അങ്ങനെ ഓരോ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ എന്ത് പറഞ്ഞു, നന്നായി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും ശ്രുതിനെ ഇങ്ങോട്ട് പറയാൻ സമ്മതിക്കണില്ല. ചന്ദ്രമ്മ അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയേണ്ട, ആദ്യം ചന്ദ്ര അവളെ ഒന്ന് ഡോക്ടറെ എന്ത് പറഞ്ഞു, എന്താണ് റിസൾട്ട് എന്നൊക്കെ ഒന്ന് അവളെ സംസാരിക്കാൻ വിട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അത് പറഞ്ഞിട്ടില്ല, പറയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ശ്രുതിയുടെ സന്തോഷം കണ്ടാൽ അറിയാം റിസൾട്ട് നോ ആണെന്ന്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. വളരെ രസകരമായൊരു എപ്പിസോഡാണ് നമ്മുടെ ചന്ദ്രമ്മയുടെ സന്തോഷമൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.